പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടായ അപ്രതീക്ഷിത വെടിനിർത്തലിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ കരാറിനെ ഇറാന്റെ വലിയൊരു നയതന്ത്ര വിജയമായും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമേറ്റ കനത്ത തിരിച്ചടിയായും മോസ്കോ വിലയിരുത്തുന്നു. ഫെബ്രുവരിയിൽ ഇറാനു നേരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ സൈനിക നീക്കങ്ങൾ അനാവശ്യവും പ്രകോപനപരവുമായിരുന്നുവെന്നും അത് ആത്യന്തികമായി അവർക്ക് വലിയൊരു പരാജയമാണ് സമ്മാനിച്ചതെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ പ്രസ്താവിച്ചു. മേഖലയിൽ ശാന്തി സ്ഥാപിക്കാൻ സൈനിക ശക്തി പ്രയോഗിക്കുന്നത് പ്രായോഗികമല്ലെന്നും രാഷ്ട്രീയമായ ചർച്ചകളിലൂടെ മാത്രമേ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നുമുള്ള റഷ്യയുടെ നിലപാടാണ് ഈ സംഭവത്തോടെ കൂടുതൽ പ്രസക്തമായിരിക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളും അവരുടെ സൈനിക ഇടപെടലുകളും റഷ്യ കാലങ്ങളായി വിമർശിച്ചു പോരുന്നതാണ്. വാഷിംഗ്ടണിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുക മാത്രമാണ് ചെയ്തതെന്ന് മോസ്കോ ആരോപിക്കുന്നു. നിലവിലെ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുമ്പോഴും ബലപ്രയോഗത്തിലൂടെ സ്ഥിരത കൊണ്ടുവരുമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയായാണ് റഷ്യ ഇതിനെ ചിത്രീകരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ നയതന്ത്ര ശേഷി തെളിയിച്ചപ്പോൾ ഇസ്രയേലും അമേരിക്കയും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനാവാതെ പിൻവാങ്ങേണ്ടി വന്നു എന്നതാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഈ സംഭവ വികാസം ആഗോളതലത്തിൽ തന്നെ വലിയൊരു ഭൂരാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായാണ് കരുതപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന അമേരിക്കൻ ആധിപത്യത്തിന് ഇളക്കം തട്ടുകയും റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ തെളിയുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത് അവരുടെ നയതന്ത്ര കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സംഘർഷങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ലോകശക്തികളുടെ ഈ നീക്കം വരും ദിവസങ്ങളിൽ മേഖലയിലെ മറ്റ് തർക്കങ്ങളിലും പ്രതിഫലിക്കാനിടയുണ്ട്. യുദ്ധത്തിലൂടെയല്ല, മറിച്ച് ക്രിയാത്മകമായ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്ന് റഷ്യ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഇറാന്റെ നിലപാടുകളും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ രാഷ്ട്രീയ പരിഹാരമാണ് അനിവാര്യമെന്ന് മോസ്കോ വാദിക്കുന്നു. അമേരിക്കയുടെ സൈനിക അപ്രമാദിത്വം പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്ന വലിയൊരു പാഠമാണ് ഈ വെടിനിർത്തൽ നൽകുന്നത്. വൻ ശക്തികൾ തങ്ങളുടെ തന്ത്രങ്ങൾ പുനർനിർണയിക്കുന്ന ഈ ഘട്ടത്തിൽ മോസ്കോയുടെ ഈ പ്രതികരണം അതീവ പ്രാധാന്യം അർഹിക്കുന്നു.